അറ്റൻഷൻ പ്ലീസ് എന്ന ഗംഭീര സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച സംവിധായകനാണ് ജിതിൻ ഐസക് തോമസ്. ജിയോ ബേബി അവതരിപ്പിച്ച ഫ്രീഡം ഫൈറ്റ് എന്ന ആന്തോളജി സിനിമയിലെ പ്രതു മൂ എന്ന സെഗ്മെന്റ് സംവിധാനം ചെയ്തത് ജിതിനായിരുന്നു. പുള്ളിയുടെ രണ്ടാമത്തെ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം വിൻസി അലോഷ്യസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച രേഖ എന്ന സിനിമയായിരുന്നു. പുള്ളിയുടെ എല്ലാ സിനിമകളുടെയും ട്രീറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു റേജ് നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ ഫ്രെയിമുകളിൽ ഉപയോഗിച്ചിട്ടുള്ള കളറാണെങ്കിലും കഥാപാത്രങ്ങളുടെ പ്രതിഷേധവും പ്രതിരോധവും കാണിച്ചിട്ടുള്ള രീതിയാണെങ്കിലും കണ്ടിരിക്കുന്ന പ്രേക്ഷകനിൽ ഒരു ചോര തിളയ്ക്കുന്ന ഭാവം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അതിന്റെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള നെറേറ്റീവിനുണ്ട്. ജിതിന്റെ മൂന്നാമത്തെ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം ആയിട്ടുള്ള പാത്ത് കഴിഞ്ഞ വർഷത്തെ IFFKയിലെ സ്ക്രീനിങ്ങിന് ശേഷം ഇപ്പോൾ മനോരമ മാക്സിൽ വന്നിരിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞ സിനിമകളുടെ മേക്കിങ്ങിൽ നിന്ന് വളരെയധികം വ്യത്യാസമുള്ള ഒരു ശൈലിയാണ് ജിതിൻ പാത്ത് ഒരുക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു സാധനത്തിന്റെ അവകാശം പിടിച്ചുപറ്റാനുള്ള പല വിഭാഗങ്ങളുടെയും പൊള്ളയായ വാദങ്ങളെ പരിഹസിക്കുന്ന ഈ പൊളിറ്റിക്കൽ ക്രിട്ടീക്കിന് മോക്യുമെന്ററി സ്വഭാവത്തിലുള്ള ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. ചെയ്തു തീർക്കാൻ ഏൽപ്പിച്ച ഒരു വീഡിയോ അസൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഡിറ്റർ ആയിട്ടുള്ള ഉണ്ണി അതിലുള്ള ഒരു ആഫ്രിക്കൻ ഫോക്ക് സോങ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ വന്ന ഉണ്ണിയുടെ മുത്തശ്ശി അത് എനിക്ക് അറിയുന്ന പാട്ടാണ് എന്ന് ഉണ്ണിയോട് പറയുന്നു. ആഫ്രിക്കയിലുണ്ടായ പാട്ട് കേരളത്തിലുള്ള തൻ്റെ മുത്തശ്ശിക്ക് എങ്ങനെ അറിയാമെന്ന് ഉണ്ണിയിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചൊരു അന്വേഷണം ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് നടത്താൻ ഉണ്ണി സ്വന്തം ഗേൾഫ്രണ്ടായ അനുപമയുടെ സഹായം തേടുന്നു. ആ പാട്ടിൻ്റെ ഒറിജിൻ തേടി അവർ രണ്ടുപേരും നടത്തുന്ന യാത്രകളും ഇൻ്റർവ്യൂകളുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യമായി പറഞ്ഞതുപോലെ മോക്യുമെൻ്ററി സ്വഭാവത്തിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ എടുത്തിട്ടുള്ള ഈ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ട് സിനിമകളാണ് കൃഷാന്ത് സംവിധാനം ചെയ്ത ആവാസവ്യൂഹവും അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരിയും. കോമഡി ആക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചല്ല സിനിമ സംസാരിക്കുന്നതെങ്കിലും അവർ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കഥ പറച്ചിലിനെ കൂടുതൽ എൻഗേജിംഗ് ആക്കുന്നുണ്ട്. ഉണ്ണിയുടെയും അനുപമയുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കഥ നമ്മൾ കേൾക്കുന്നത്. തങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നവരെക്കാൾ മെച്ചപ്പെട്ടവരാണ് എന്ന് വിശ്വസിക്കുന്ന രണ്ടുപേരാണ് ഉണ്ണിയും അനുപമയും. പക്ഷേ സിനിമയുടെ ഏറ്റവും അവസാനമുള്ള സീനിൽ ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരും മറ്റുള്ളവരുമൊക്കെ ഒരു പ്രത്യേക കാര്യത്തിൽ ഒരേ നിലവാരത്തിലാണെന്ന്. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ അത് തങ്ങളുടേതാണ് എന്ന അവകാശം സ്ഥാപിക്കാനുള്ള പല വിഭാഗങ്ങളുടെയും ത്വരയെ പരിഹസിക്കുന്നതായതുകൊണ്ട് സിനിമയ്ക്കൊരു ആക്ഷേപഹാസ്യ സ്വഭാവമുണ്ട്. പല മതങ്ങളിലും സാമൂഹിക പശ്ചാത്തലങ്ങളിലുമുള്ളവർ ഈ പാട്ടിനെ അവരുടേതാക്കാൻ വേണ്ടി പറയുന്ന പല കാര്യങ്ങളും നമ്മളെ നല്ലപോലെ ചിരിപ്പിക്കും. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ഇതിലേക്ക് ക്ലബ് ചെയ്യാൻ ജിതിൻ ശ്രമിക്കുന്നുണ്ട്. മോക്യുമെന്ററി സ്വഭാവം ആയതുകൊണ്ട് തന്നെ ഫ്രെയിമുകൾ ഭൂരിഭാഗവും സ്റ്റാറ്റിക് ആണ്. ഇടയ്ക്കൊക്കെ സൂം ഇന്നും സൂം ഔട്ടും ഒക്കെ ചെയ്തിട്ട് ആ ഫോർമാറ്റിനെ കൂടി ട്രോൾ ചെയ്യുന്നുണ്ട്. സിനിമയുടെ ഏതാണ്ട് 95% പല ആളുകൾ ഈ പാട്ടിനെ കുറിച്ചുള്ള അവരുടെ അവകാശവാദങ്ങൾ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വലുതായി സംഭാഷണങ്ങളൊന്നും ഉപയോഗിക്കാതെ സിനിമയുടെ ഏറ്റവും അവസാന ഭാഗത്ത് തൻ്റെ ആദ്യ സിനിമകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വളരെ ജാറിംഗ് ആയിട്ടുള്ള കട്ടുകളും ടെക്സ്റ്റ് ഗ്രാഫിക്സും ഒക്കെ ഉപയോഗിച്ച് ജിതിൻ പറയേണ്ടത് പറയുന്നുണ്ട്. ഉണ്ണി എന്ന കഥാപാത്രത്തെ ആഷിഖ് സഫിയ അബൂബക്കറും അനുപമ എന്ന കഥാപാത്രത്തെ ഗൗതമി ഗോപനുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇരുവരുടെയും സീനുകൾ ഭൂരിഭാഗവും ഒരു റൂമിനുള്ളിലാണ് നടക്കുന്നത്. ഈ സിനിമയിൽ സ്വല്പമെങ്കിലും സിനിമാറ്റിക് ആയിട്ട് ലൈറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഫ്രെയിം ആ റൂമാണ്. ഈ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിലുള്ള സംഭാഷണങ്ങൾ വളരെ റിയലായിട്ട് നിലനിർത്താൻ ഈ രണ്ട് ആക്ടേഴ്സിനും സാധിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ ഈ സിനിമയിൽ വന്നിട്ടുള്ളതെല്ലാം പാട്ടിനെക്കുറിച്ച് സംസാരിക്കാൻ വരുന്ന ആളുകളാണ്. അതിൽ ഓർമ്മയിൽ നിൽക്കുന്ന പെർഫോമൻസുകൾ PV മോഹനൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദിവാകരൻ വിഷ്ണുമംഗലവും ഓട്ടോറിക്ഷ ഡ്രൈവറെ അവതരിപ്പിച്ച സതീഷ് P ബാബുവുമാണ്. വെറും 86 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള പാത്ത് കാര്യത്തിലേക്ക് കടക്കാൻ വലിയ സമയമൊന്നും എടുക്കുന്നില്ല. സമൂഹത്തിലുള്ള പല എലമെന്റുകളെയും വളരെ സർക്കാസ്റ്റിക് ആയിട്ട് വിമർശിക്കുന്ന സീനുകൾ ഉള്ളതുകൊണ്ട് തന്നെ പടം ഒരിക്കലും ഒരു ഡൾ ഫേസിലേക്ക് പോകുന്നില്ല. ആളുകളുടെ അഭിമുഖങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്ന ഹ്യൂമർ എലമെന്റ് ഇതിനെ ഒരു അഗ്രസീവ് പൊളിറ്റിക്കൽ സിനിമയുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. ആ ഒരു ഡിസ്ട്രാക്ഷൻ ഒരർത്ഥത്തിൽ സിനിമയുടെ അജണ്ട വളരെ പെട്ടെന്ന് വളരെ ഷാർപ്പായിട്ട് ഏറ്റവും അവസാനം പറയുന്നതിൽ സംവിധായകനെ സഹായിക്കുന്നുമുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്